ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ കാപ്പിക്ക് നല്ല റവ പുട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതേ റവ എടുത്തിട്ട് ഇതുപോലൊന്ന് ചൂടാക്കുക. തീ കുറച്ച് വെക്കണം. തീ കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ആ തീയിൽ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല ചൂട് വേണം. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് അതിലേക്ക് ഉപ്പും ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഇളക്കി എടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് അത് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ഇട്ടിട്ടേ പൊടിച്ചെടുക്കാവൂ. അപ്പോൾ നല്ല തരിതരിയായിട്ട് വേണ്ട ഇതുപോലെ ഇരിക്കും. എന്നിട്ട് ഞാൻ തേങ്ങയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ പഴത്തിൻ്റെ കൂടെയും കറിയുടെ കൂട്ടത്തിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. കറി ഇല്ലാതെ കഴിക്കാനും നല്ലതാണ്. അത് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്, നല്ല തരിയായിട്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ റെസിപ്പീസൊക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.